ഇന്ത്യ ടുഡേ നടത്തിയ സർവേ ഉണ്ട്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും അതുപോലെ NDAയ്ക്കും കൃത്യമായി കിട്ടും എന്നുള്ളത് പ്രവചിക്കുകയാണ്. വിശദമായി തന്നെ സെഫോളജിസ്റ്റുകളുടെ സഹായത്തിൽ, അതായത് ഇലക്ഷൻ സാമ്പിളുകളെ കുറിച്ച് കൃത്യമായി അവലോകനം ചെയ്ത് പൊളിറ്റിക്കൽ സയൻസിനെ കുറിച്ച് നല്ല രീതിയിൽ അവഗാഹമുള്ള വ്യക്തികളുടെ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു പാനൽ, അവരുമായി ചർച്ച നടത്തി വിശദമായ പഠനത്തിന് ശേഷമാണ് ഈ റിസൾട്ട് പുറത്തുവിടുന്നത്. ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ മേൽക്കൈയാണ് NDA അപേക്ഷിച്ച് എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ ടുഡേ. ഇന്ത്യ മുന്നണിക്ക് 76 സീറ്റുകൾ ലഭ്യമാകും. അതേസമയം NDAയ്ക്ക് അതിനകത്ത് 27 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് 29 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഈ മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ നിലവിൽ ഇന്ത്യ മുന്നണി സഖ്യത്തിൻ്റെ ഭാഗമല്ല കേരളത്തിൽ ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരിലാണ് ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ വരുന്നത്. ഇടതുപക്ഷത്തിന് 10-ൽ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിന് കാരണമാകുന്നത്, ഒന്നാമത്തെ കാര്യം, കോൺഗ്രസ്സിന് വോട്ട് കൊടുത്താലും ദേശീയ തലത്തിൽ അവർ അധികാരത്തിൽ വരാൻ പോകുന്നില്ല. മുഖ്യ പ്രതിപക്ഷമാകാൻ പോലുമുള്ള കെൽപ്പ് അവർക്കില്ല. കേരളത്തിൽ നിന്ന് പരമാവധി ലഭിക്കാൻ പോകുന്ന ലോക്സഭാ സീറ്റുകളുടെ എണ്ണം അത് കഴിഞ്ഞ തവണ കോൺഗ്രസ്സിന് കൊടുത്തതുപോലെ ഇത്തവണ കേരളത്തിലെ ആളുകൾ കൊടുക്കാനും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിൽ അതിദയനീയമാകും എന്നുള്ളത് വാസ്തവമാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. 145 സീറ്റുകളാണ് കോൺഗ്രസിന് ദേശീയ തലത്തിൽ കിട്ടിയത്. 138 സീറ്റുകൾ അവിടെ BJP കരസ്ഥമാക്കി. 2004 കേരളത്തിൽ നിന്ന് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഇക്കുറിയും കോൺഗ്രസിന് സമാനമായ രീതിയിലേക്ക് നഷ്ടം വരുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ കോൺഗ്രസ്സിന് വിജയിക്കാൻ പറ്റുന്ന 4 സീറ്റുകളുണ്ട്. അതൊഴിച്ചാൽ ബാക്കി എല്ലാ സീറ്റുകളിലും അതിശക്തമായ മത്സരമാണ്. കോഴിക്കോട് ഇളമരം കരീമും കാസർഗോഡ് സതീഷ് ചന്ദ്രനും ഒക്കെ വീണ്ടും ശക്തമായി അവരുടെ പോരാട്ടം കാഴ്ചവെക്കാൻ പോവുകയാണ്. നമുക്കറിയാം, ഇളമരം കരീം LDF സർക്കാരിൽ VS അച്യുതാനന്ദൻ്റെ കാലത്ത് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ്. അദ്ദേഹം നിരവധി തവണ ബേപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച വ്യക്തിയാണ്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് പ്രദാനം ചെയ്യുന്ന ബേപ്പൂർ മണ്ഡലത്തിൽ മുൻകാലങ്ങളിൽ അദ്ദേഹം MLA ആയിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ പാലക്കാട് M സ്വരാജ്, ആലത്തൂർ K രാധാകൃഷ്ണൻ, അതായത് മന്ത്രിയായിട്ടുള്ള K രാധാകൃഷ്ണൻ, ഏറ്റവും ജനകീയനായ മന്ത്രിയാണ് K രാധാകൃഷ്ണൻ. അങ്ങനെ നിരവധി പേർ. ഇവിടെ വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് ആകെ ആധിപത്യം ലഭിക്കാത്ത, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കാതെ തന്നെ ഇടതുപക്ഷത്തിന് ആധിപത്യം ലഭിക്കുന്ന സംസ്ഥാനം കേരളം മാത്രമാണ്. അത് കൃത്യമായി തന്നെ സർവേകളിൽ വ്യക്തമാണ്. ഇടതുമുന്നണിക്ക് വലിയ മുൻതൂക്കമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.